ഹലോ, നമ്മളെല്ലാവരും കാത്തിരുന്ന RRB NTPC 2024 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് NTPCയുടെ പുറകെയായിരുന്നു എല്ലാവരും. NTPC എപ്പോൾ വരും, വന്നോ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയോ, ഗ്രാജുവേറ്റ് ലെവലിന് എപ്പോഴാണ്, ഏതൊക്കെ പോസ്റ്റാണ്, എത്ര വേക്കൻസി ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ക്ലിയർലി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്നു മുതൽ തൊട്ട് മുമ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. RRB ചെന്നൈയുടെ വെബ്സൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ RRB ചെന്നൈയുടെ വെബ്സൈറ്റ് നിങ്ങളും ഗൂഗിൾ സെർച്ച് ചെയ്ത് വെബ്സൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് ആണ് CN നമ്പർ 5/2024 എന്ന പേരിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ PDF ആണ്. ഇങ്ങനെ ഒരു PDF ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 5/2024 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് NTPCയുടെ നോട്ടിഫിക്കേഷൻ ആണ്. അതും ഗ്രാജുവേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും +2 ലെവലിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷനും വരുന്നതാണ്. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻസ് ആയിട്ട് 2 സമയങ്ങളിലാണ് അപ്ലൈ ചെയ്യേണ്ടതും. സോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന പേരിൽ ഒരു 21 പോയിന്റുകൾ ഇതിനകത്തുണ്ട്. അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് വേക്കൻസീസ്, എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, നാഷണാലിറ്റി, ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പേജിൽ നമ്മുടെ സാധാരണ എല്ലാ നോട്ടിഫിക്കേഷൻസിലും ഉള്ളതുപോലെ ഡേറ്റുകൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്. ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇൻ RRB വെബ്സൈറ്റ്, ഇതായത് ഇന്ന് 13/9 RRBസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. പബ്ലിഷ് ചെയ്തു. നാളെ മുതലാണ് ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ. 14/9/2009 മുതൽ ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന അടുത്ത മാസം 13-ാം തീയതി വരെയാണ്. അപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ നാളെ മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അടുത്ത മാസം 13 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ വരുമെന്ന്. ആ ഷോർട്ട് നോട്ടീസും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി എത്ര വേക്കൻസീസ്, ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ഷോർട്ട് നോട്ടീസിലുള്ള അതേ കാര്യം തന്നെയാണ്. മെയിനായിട്ടും 5 പോസ്റ്റുകളാണ് ഡിഗ്രി ലെവലിലുള്ളത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൻ്റെ പോസ്റ്റ് ഉണ്ട്, ലെവൽ 6 വരുന്നതാണ്. സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ 6, ഗൂഡ്സ് ട്രെയിൻ മാനേജർ ലെവൽ 5, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ലെവൽ 5, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇത്രയും പോസ്റ്റുകളാണ് മേജറായിട്ടും ഇതിനകത്ത് വരുന്നത്. വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ടെന്ന്. കോവിഡ് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ റെയിൽവേക്ക് ഇപ്പം നടക്കുന്ന എല്ലാ റിക്രൂട്ട്മെന്റ്സിനും 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. സാധാരണയായിട്ട് 18 മുതൽ 33 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിനെല്ലാം. ഡിഗ്രി ലെവൽ വരുന്ന NTPCയുടെ പോസ്റ്റുകൾക്ക് സാധാരണയായിട്ട് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വർഷം കോവിഡിൻ്റെ ഒരു റിലാക്സേഷൻ തന്നുകൊണ്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. അതും ജനറൽ കാറ്റഗറി തന്നെ 36 വയസ്സ്, OBC കാറ്റഗറിക്ക് 3 വർഷവും, SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷവും ഏജ് റിലാക്സേഷൻ നോർമലി ഉള്ളതുപോലെ തന്നെയുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സംശയമുള്ളവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. സംശയമൊന്നും വേണ്ട. നേരത്തെയുള്ള എക്സാംസിന് RRBയുടെ നേരത്തെയുള്ള ഏതെങ്കിലും പരീക്ഷയ്ക്ക്, അതായത് ഈ വർഷം വിളിച്ച പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആ ലോഗിൻ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ബാക്കി നമുക്ക് അറിയേണ്ടത് എക്സാം പാറ്റേണിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടോ, ജനറൽ ഇൻസ്ട്രക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പാറ്റേണും മറ്റു കാര്യങ്ങളുമാണ് എല്ലാവരും സംശയിച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. നമ്മൾ നേരത്തെ നമ്മുടെ ചാനൽസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എക്സാം പാറ്റേണിന് മാറ്റമൊന്നുമില്ല. അതായത് CBT 1 ഉണ്ടാവും, CBT 2 ഉണ്ടാവും. CBT 1ലും CBT 2ലും സിലബസിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ഈ ഒരു നോട്ടിഫിക്കേഷൻ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് സിലബസ് ഏതൊക്കെയാണ്, എക്സാം പാറ്റേൺ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ബുക്കുകൾ തുടങ്ങിയ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. എന്നാൽ പോലും ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ എക്സാം പാറ്റേണിൻ്റെ കാര്യം പറയട്ടെ. നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ വ്യത്യാസമൊന്നുമില്ല. മാത്സ്, റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ്, സയൻസിനെ എടുത്ത് പറയേണ്ടതാണ്. റെയിൽവേയുടെ പരീക്ഷകളായതുകൊണ്ട് തന്നെ സയൻസിന് അതുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ പുതിയ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്നാണ് പരീക്ഷ വരുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നാണ് പരീക്ഷ വരുന്നത്? പരീക്ഷയുടെ ഡേറ്റ് ഇപ്പോൾ പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. കാരണം ഈ വർഷം ആദ്യം വിളിച്ച റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുണ്ട്. ആ ഒരു പരീക്ഷയുടെ ഡേറ്റ് പോലും ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് നടന്നിട്ടില്ല. സോ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് RRB NTPCക്ക് പഠിക്കാൻ കുറച്ചധികം സമയം കിട്ടുമെന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഒരു 6 മാസമെങ്കിലും നമുക്ക് കിട്ടുമെന്ന് വേണം കരുതാൻ. സോ പ്രിപ്പറേഷൻസ് എത്രയും നന്നായിട്ട് കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പേരുടെ കമൻറ്റുകൾ ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ചിലർ
RRB NTPC വീഡിയോ ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞിരിക്കുകയാണ് RRB NTPC ഇനിയും പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ പഠിക്കണ്ട എന്നൊരാൾ ചോദിച്ച ചോദ്യത്തിന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അയാളുടെ കമൻറ്റുകൾ വീണ്ടും എടുത്ത് നോക്കിയപ്പം അയാൾ പലയിടത്തും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എക്സാം ഡേറ്റ് ഇനിയുള്ള സമയം എത്രയാണെന്ന് പോലും അറിയില്ല, എത്ര മാസം നമുക്ക് പഠിക്കാനുണ്ടെന്ന് പോലും അറിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള പല ആൾക്കാരും പലതരത്തിലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എങ്ങനെ എഫേർട്ട് ഇടുന്നു, നിങ്ങൾ എങ്ങനെ നന്നായിട്ട് പഠിക്കുന്നു, നിങ്ങളുടെ എബിലിറ്റി എന്താണ്, ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എഫേർട്ട് ഇടാതിരിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങളുടെ 100% എഫേർട്ട് ഇടുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള മനസ്സുണ്ട്, വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ദിശ അക്കാഡമിയുടെ RRB NTPCയുടെ കോഴ്സുകൾ ലൈവാണ്. ഒരു ബാച്ച് നമ്മൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു, അത് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്നത് CBT 1ൻ്റെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റ് ആണ്. ജനറൽ അവയർനെസ് GK 40 ചോദ്യങ്ങളും മാത്തമാറ്റിക്സ് 30 ചോദ്യങ്ങളും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ചോദ്യങ്ങളും. സ്ഥിരം പാറ്റേൺ തന്നെയാണ്, പാറ്റേണിനൊന്നും വ്യത്യാസമില്ല. 30 മാത്സ്, 30 റീസണിങ്, 40 ജനറൽ അവയർനെസ്. ഇതിനകത്ത് തന്നെയാണ് സയൻസ് വരുന്നത്. സയൻസിന് സ്പെസിഫിക്കലി ഇമ്പോർട്ടൻസ് ഉണ്ട്. SSC എക്സാംസിന് പോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കില്ല, 3-4 ചോദ്യം ആയിരിക്കില്ല. അതിൽ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സയൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ബേസിക് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മാത്തമാറ്റിക്സിൻ്റെയും റീസണിങ്ങിൻ്റെയും അതുപോലെ ജനറൽ അവയർനെസ്സിൻ്റെയും ബേസിക് സിലബസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിൻ്റെ എക്സാം പാറ്റേൺ ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേജും വ്യത്യാസം എന്താണെന്ന് ഞാൻ ക്ലിയർലി പറയാം. സിലബസിൽ യാതൊരു വ്യത്യാസവും ഇല്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സിലബസ് സെയിം തന്നെയാണ്, ജനറൽ അവയർനെസ്, മാത്സ്, റീസണിങ് തന്നെ. പക്ഷേ 90 മിനിറ്റ് സമയത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 100-ന് പകരം 120 ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇത് മാത്രമാണ്. അതുകൊണ്ട് CBT 1-നും CBT 2-നും സിലബസിൽ യാതൊരു ചേഞ്ച് ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സിലബസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ബെറ്റർ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ജനറൽ അവയർനെസ്സിന് 50 ചോദ്യം, നേരത്തെ 40 ചോദ്യമായിരുന്നു, ഇവിടെ 50 ചോദ്യമായി. മാത്തമാറ്റിക്സിന് 30 ചോദ്യമായിരുന്നു CBT 1-ൽ, ഇവിടെ ടയർ 2 വന്നപ്പോൾ 35 ചോദ്യങ്ങളായി. റീസണിങ്ങിനും 30 ചോദ്യമായിരുന്നു ടയർ 1-ന്, ഇവിടെ വന്നപ്പോൾ 35. അങ്ങനെ 20 ചോദ്യങ്ങൾ ആഡ് ചെയ്തു. ടോട്ടൽ 120 ചോദ്യങ്ങൾ. നിങ്ങൾ 1.5 മണിക്കൂറിന് തന്നെ അതായത് 90 മിനിറ്റിൽ തന്നെയാണ് നിങ്ങൾ ഈ 120 ചോദ്യങ്ങളും ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. ഇവിടെയും സിലബസ് പറയുന്നുണ്ട്. സിലബസിലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, സെയിം സിലബസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ റെയിൽവേയുടെ പരീക്ഷകൾക്കുള്ളതുപോലെ തന്നെ പോസിറ്റീവ് മാർക്ക്, നിങ്ങൾ ഉത്തരം ശരിയാക്കുകയാണെങ്കിൽ പ്ലസ് മാർക്കും അതുപോലെ നെഗറ്റീവ് മാർക്കും ഈ ഒരു എക്സാമിനും ഉള്ളതുപോലെ തന്നെ ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലെടുത്ത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, പഠിക്കേണ്ട പുസ്തകങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾ എടുക്കേണ്ടത്, ഓരോ സബ്ജക്റ്റിൻ്റെയും ബേസിക് ക്ലാസ്സസ് ഉൾപ്പെടെ ദിശ അക്കാഡമിയുടെ ചാനലിൽ റെയിൽവേ പരീക്ഷകൾക്ക് വേണ്ടി മാത്രം ഏകദേശം ഒരു റെയിൽവേയുടെ മാത്രമായിട്ടൊരു 1000-നടുത്ത് വരുന്ന ക്ലാസ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ദിശ അക്കാഡമിയുടെ ചാനൽ, യൂട്യൂബ് ചാനൽ മാത്രം ഫോളോ ചെയ്ത് പഠിക്കുക. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഓൺലൈൻ കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്യാം. അതുമല്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ വർഷം ജോലി മേടിച്ചേ പറ്റൂ, ഉറപ്പായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാം. ഓണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ എല്ലാ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്തോളുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ മറ്റ് അപ്ഡേറ്റ്സിനായിട്ടും മറ്റ് കാര്യങ്ങളാരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്.